ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചലഞ്ച് ചെയ്യാനാണ് പോകുന്നത്. ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഗസ്റ്റ് ഫീമെയിൽ ആൻഡ് മെയിൽ പ്രൊഡക്റ്റ് ആണ്. ഇതിന് നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്, ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് മെയിൽ പ്രൊഡക്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനാണ് കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, അതിന് ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട്. ചേട്ടൻ അത് ഐഡന്റിഫൈ ചെയ്യും. നോക്കാം, വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താം. പുതിയ ചലഞ്ചുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നമുക്ക് അടുത്തത് അത് പിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് മറ്റേ നമ്മുടെ ഈ മുടിവെട്ടുകാരൊക്കെ കയ്യിലിട്ടുന്ന സാധനമാണോ? രണ്ടെണ്ണം അല്ല, കയ്യിലിരുന്നതാണെന്നുള്ളത് കറക്റ്റാ. കയ്യിലിട്ട് മുടി തന്നെ പണ്ടത്തെ ചീർപ്പൊക്കെ ഇല്ലേ, ഇങ്ങനെ 2 പേരിലിട്ട് ചെയ്ത ചീർപ്പ്, അതാണോ? അല്ല, അറിയില്ല. ഉറപ്പാണോ? നെയിൽ പോളിഷ് ഇങ്ങനെ വെച്ചിട്ട്. ഓ, ഇതിനൊക്കെ എന്തിനാണ് ഈ സാധനങ്ങള്? കയ്യിൽ ഒഴിച്ച് വെച്ചാൽ പോലെ തേക്കണം. നെയിൽ പോളിഷ് ഇങ്ങനെ വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് നെയിൽ പോളിഷ് ഇടാൻ പറ്റും. അതാണ് ഇത്. എന്തൊക്കെ പ്രൊഡക്ട്സാണ്? സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫീമെയിൽ രണ്ട്. ഇത് മനുഷ്യർ ഉപയോഗിക്കുന്നതല്ല. മനുഷ്യർ ഉപയോഗിക്കുന്നതല്ലേ? കുതിരപ്പുറത്ത് ആ സാധനല്ലേ ഇത്? പേര് എനിക്ക് അറിയില്ല ഗൈസ്. ഓ, എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പോയിന്റ്. നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് ഇതൊരു ലോഗോയാണ്. ഇത് സിമ്പിൾ അല്ലേ? മീഷോ. എല്ലാ പെണ്ണുങ്ങളും ഇരുന്ന് കുത്തി 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 നോക്കുന്ന സാധനം. എന്തോ അടുത്തതെന്ന് പറയുന്നത് ഇഡ്ഡലി പാത്രം. ഇഡ്ഡലിയൊക്കെ ചുടണമെങ്കിൽ വേണമെങ്കിൽ എടുത്തേക്കാം. ഐ തിങ്ക് ഇത് മറ്റേ ബ്രസ്റ്റ് പാഡ് അല്ല. അല്ല, പിന്നെന്താ മറ്റേ ബാക്കിലേക്ക് നിന്നിരിക്കും. വല്ല ആവശ്യമുണ്ട് ഇതിന്റെയൊക്കെ? ഇത് മറ്റേ കുതിരയുടെ കാലിൽ മെയിൽ പ്രൊഡക്റ്റ് ആണ്. അത് ഷൂല് ഹൈറ്റ് കൂട്ടുന്ന സാധനം അല്ലേ? ഷൂ ഹൈറ്റ്, ഷൂ അഡ്ജസ്റ്റർ ആണോ? അല്ല. ഹൈറ്റ് കൂട്ട് ഷൂല് വെക്കുന്ന അല്ല. അറിയില്ല. താടി ഷേപ്പ് ചെയ്യുന്നത്. താടി ഷേപ്പ് ചെയ്യുന്നത് ഡ്രിമ്മറോ? അല്ല, ഇത് താടി ഷേപ്പ് വരാനായിട്ട്. ഓ, അറിയില്ല ഗൈസ്. മെയിൽ പ്രൊഡക്റ്റ് പോലും അറിയില്ല, പിന്നെ ഫീമെയിൽ പ്രൊഡക്റ്റ് അറിയാം. ഇതെന്താ? ഇത് മറ്റേ നമ്മുടെ പട്ടിക്കുട്ടിയുടെ കാലടിക്കാൻ വെച്ചെടുക്കാം. കുറവിന് വേണ്ടി യൂസ് ചെയ്യുന്നതാ. കുറവോ? ഇത് കണ്ടിട്ട് വയറ്റിൽ വെക്കുന്നതാണോ? വയറ്റിൽ വെക്കുന്നതല്ല, കുറച്ചു മുന്നേ പറഞ്ഞായിരുന്നു. ഇത് പട്ടിക്കുട്ടിയുടെ കാലടി വെക്കുന്നതാണോ? അല്ല, ഞാൻ മുമ്പ് ഒരു സാധനം എടുത്തപ്പോ ഇതാന്ന് പറഞ്ഞായിരുന്നു. മുമ്പത്തെ സാധനം അറിയില്ല. പൊക്കം കൂടാനായിട്ട് ചെരുപ്പിന്റെ. ഓ, ജസ്റ്റ് മിസ് കേട്ടോ, മിസ്സായി. ഇതെന്താ? ഇത് ബെൽറ്റ്. മെയിൽ പ്രൊഡക്റ്റ് പറ. ബെൽറ്റ് അല്ലേ? എന്ത് ബെൽറ്റ്? കയ്യിലിടാം, എന്തിനു ഉപയോഗിക്കുന്നത്? ഇത് മറ്റേ മുരുക മുരുക പുലി മുരുക. അതല്ല, അറിയോ? അറിയില്ല. ജിമ്മിൽ പോകുന്നവർക്ക് വെയിറ്റ് എടുക്കാൻ ഗ്രിപ്പ് കിട്ടാൻ. ഓ, അത് മറ്റേ കയ്യിൽ ഗ്ലൗസ് ഇല്ല. അല്ല, ഇത് യൂസ് ചെയ്യാം. ഇത് മങ്കി ക്യാപ്പ്. ഹോളൊക്കെ ഉണ്ടല്ലോ. ഇത് മുട്ടിലിടുന്നാണോ? മുട്ടിലിടുന്ന അല്ല, എന്നാലും തലയിലിടുന്ന മുട്ടിലിടുന്നല്ല. ഒരു സ്ഥലത്ത് ഇടുന്നതാണ്. കാലിടുന്ന. എവിടെ? കാൽപാദത്തിടുന്നായിരിക്കും. സോക്സിന് വരെ ഞാൻ കാണിച്ചു തരാം. ആംഗിളിൽ ഇടുന്നത് പെയിൻ റിലീഫിന് വേണ്ടിട്ട്, കംഫർട്ടബിൾ വാക്കിങ്ങിന് വേണ്ടിട്ട്. ഇതെന്താണ്? ഇതോ, ഇത് എനിക്കും പെട്ടെന്ന് വാരി വരുന്നത് ഇതല്ല അല്ലേ? അതല്ലല്ലോ. ഇത് മറ്റേ തലയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 2 സൈഡിൽ കണ്ണ് കാണാം. ആണോ? തലയിടുന്നത്?
അല്ല അല്ല. ഇത് മറ്റേ പാഡ്. എന്ത് പാട്? ക്രിക്കറ്റ് കളിക്കാരൊക്കെ ഇടുന്ന ഉള്ളിലിടുന്ന പാഡാണോ? ഇതോ എവിടെ ഇടുന്ന പാട്? ഷഡിക്ക് വരും. ഈ ജിമ്മിൽ പോകുന്നവരൊക്കെ ഇങ്ങനെ ഇന്നറിന്റെ അവിടെ ഇങ്ങനെ ഇടുന്നത്. ബെൽറ്റ് ആണോ? ആ ഇത് ബെൽറ്റ്. ബെൽറ്റ്. ഇതെന്തുവാ? ഇത് തുളയ്ക്കുന്നല്ലേ? കാലിന്റെ ഇടയില് മറ്റേ കാലിന്റെ ഇടയില്ല, നാളത്തിന്റെ ഇടയില് ചളിയും തോടി കളയുന്ന സാധനമാണോ? അല്ല, പല്ല് തൊട്ടുന്നതായിരിക്കും. കൂടുതലും ബോയ്സ് ഒക്കെ ഇത് കളി സംബന്ധമായിട്ടുള്ള ക്രിക്കറ്റ് കളി. ഇത് മറ്റേ ഫുട്ബോളിൽ കാറ്റടിക്കുന്ന അതെ പമ്പാണോ? അങ്ങനെ പമ്പ് എങ്ങനെയാണ് കണ്ടാവോ? മറ്റേ സാധനം. ഓക്കെ, അടുത്ത ഇതെന്തുവാ? അത് സ്ലിം ബെൽറ്റ്. വയറ് കുറയ്ക്കാൻ. അതൊക്കെ അറിയാം. ഇതെന്താ? ഇത് മറ്റേ പട്ടിയെ വിളിക്കുന്ന കൈകിട്ട് കുറച്ച് കഴിഞ്ഞാൽ പട്ടിക്ക് നല്ല സുഖമായിരിക്കും. ഹെഡ് മസാജർ. തലവേണി മസാജ് ചെയ്യാം. പെട്ടെന്ന് കഴിഞ്ഞല്ലേ? സിമ്പിളായിട്ട്. കുറെ സംഭവം അറിയില്ല ഗൈസ്. എന്തെങ്കിലും അറിയുന്നുണ്ടോ? കഴിഞ്ഞോ? ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലുള്ള പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇത് വേഗം കഴിഞ്ഞ പോലെ കഴിഞ്ഞു. വേഗം കണ്ടുപിടിച്ചു. കുറച്ചുകൂടി ഉണ്ടായിരുന്നു അതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.